നമസ്കാരം. തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനെതിരെ നടത്തുന്ന വ്യാജ പരാതികൾക്കും വ്യാജ വാർത്തകൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നെസ്റ്റോ മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സ്ഥാപനത്തിനെതിരെ വ്യാജ പരാതിയും വ്യാജ വാർത്തയും നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗൽ നടപടി സ്വീകരിക്കാനൊരുങ്ങുന്നതെന്ന് നെസ്റ്റോ മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. 1-2 ദിവസമായിട്ട് ചെറിയൊരു ഇഷ്യൂ നമ്മൾ ഇങ്ങനെ അറിയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലിലും ഒരു ന്യൂസ് മീഡിയയിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തികച്ചും വ്യാജ വാർത്തയാണ്, വ്യാജ പരാതിയാണ് ആ ഒരു കസ്റ്റമർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ നമ്മൾ എന്തായാലും നെസ്റ്റോ ഇത്രയും കാലം നമ്മൾ പല ഇഷ്യൂസുകളും ഒരു ജെന്യൂനിലല്ലാത്ത പല കംപ്ലയിൻറ്റുകളും ഉണ്ടായിട്ട് പോലും നമ്മളൊരു ആക്ഷനും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്തായാലും നമ്മൾ ലീഗലി ഈ ഒരു ഇഷ്യൂ നമ്മൾ എടുക്കാനുള്ള തീരുമാനത്തിലുണ്ട് മാനേജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇങ്ങനത്തെ വ്യാജ വാർത്തകളിലൊന്നും വിശ്വസിക്കരുത്. നെസ്റ്റോയുടെ ഭാഗത്ത് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് ലീഗലി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലുള്ളത്. ഇതുവരെയ്ക്കും നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. തിരൂര് ഒരുപാട് കംപ്ലൈന്റുകൾ ഈ ഒരു പ്രൈസ് കുറഞ്ഞു കൊടുക്കുന്ന കാരണം പല ഭാഗത്തും ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ സൈലന്റ് ആയിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ലീഗലായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യാനാണ് നമ്മൾ മാനേജ്മെന്റ് പറഞ്ഞത്. അല്ല, ഞങ്ങൾ അന്വേഷിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നേ ദിവസം ഇതേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 90ഓളം കസ്റ്റമർ സെയിം പ്രൊഡക്റ്റ് വാങ്ങിച്ച ഓരോരോ കസ്റ്റമറായിട്ട് നമ്മൾ വിളിച്ചു. അതായത് നമ്മളെ ഹാപ്പി കോളിന്റെ ഭാഗമായിട്ട് ഓരോ കസ്റ്റമർ വിളിച്ചു. അവർക്ക് എന്തെങ്കിലും സെയിം ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ. അവർക്കൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഫുഡിന്റെ കംപ്ലൈന്റ് അല്ല, അത് അവർ കൺസ്യൂം ചെയ്തതിന്റെ ബുദ്ധിമുട്ടാണെന്നാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ ഫുഡ് 2 മണിക്കൂർ മാക്സിമം 2 hours കൺസ്യൂം ചെയ്തു പോകണം. ഇത് നെക്സ്റ്റ് ഡേയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് എന്തായാലും അവർ ഉപയോഗിച്ച ടെമ്പറേച്ചറോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ വെച്ചിരിക്കുന്ന ഇഷ്യൂസോ എന്താ നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ഇനീഷ്യലി നമുക്കത് മനസ്സിലായിട്ടുള്ള കാര്യം അത് നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്യൂസ് അതിൻ്റെ മുകളിലില്ല. ക്വാളിറ്റിയും ഗുണമേന്മയും ഉറപ്പുവരുത്തിയാണ് ഫ്രഷ് ഫുഡ് ഉൾപ്പെടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നതെന്നും പ്രതിനിധികൾ കൂട്ടിച്ചേർത്തു. നമ്മൾ ഓരോ ആംബിയന്റ് ടെമ്പറേച്ചറിൽ മാത്രമേ ഫുഡ് കീപ്പ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് ഡിസ്പ്ലേ കൗണ്ടർ കണ്ടാൽ തന്നെ അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 to 63 ആണ് ഡേഞ്ചർ സോൺ. നമ്മൾ 0 to 5 ഡിഗ്രിയിലാണ് ഫുഡ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കിച്ചണിലായാൽ ബുച്ചറി ആയാലും ശരി, മറ്റുള്ള സ്ഥലത്തെ പോലെ ബീഫോ ഇതൊന്നും പുറത്ത് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. 0 to 5 ഡിഗ്രി ടെമ്പറേച്ചറിലുള്ള ചില്ലറിലാണ് കീപ്പ് ചെയ്യുന്നത്. അതായത് ഫുഡ് കണ്ടാമിനേഷൻ പരമാവധി ഉണ്ടാവാതിരിക്കാനുള്ള ഫുൾ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഫ്രഷ് ഫുഡ് ഏരിയ നിങ്ങൾക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾക്കും പരാതികൾക്കുമെതിരെ നിയമ നടപടിയടക്കം സ്വീകരിച്ച് മുന്നോട്ടു പോകുമെന്നും നെസ്റ്റോ മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ.